നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2025 സെപ്റ്റംബർ മാസം 7-ാം തീയതി 1201 ആണ്ട് ചിങ്ങമാസം 22-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒന്ന്, ഇന്ന് പൗർണമിയാണ്. മറ്റൊന്ന് ഗുരുജയന്തിയാണ്. ഗുരുദേവൻ്റെ ജന്മദിനവും കൂടിയാണ്. ചതയം 4-ാം ഓണമാണ്. അതിനെല്ലാം ഉപരി ഇന്ന് ഞായറാഴ്ചയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ചന്ദ്രഗ്രഹണമാണ്. ഗ്രഹണം സമയത്ത് വിഷാംശം കലരും. അന്തരീക്ഷത്തിൽ വിഷാംശം കലരും. അത് വിശ്വസിച്ചാലും വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും വിഷാംശം കലരും. 9 മണി, രാത്രി 9:58 തൊട്ടാണ് ചന്ദ്രഗ്രഹണം തുടങ്ങുന്നത്. 1 മണി 22 മിനിറ്റ് വരെ. ഈ സമയത്ത് ഒരു കാരണവശാലും ആകിലും ഇതിന് മുമ്പായിട്ട് 9:58 മുമ്പ് വീട്ടിൽ കയറിക്കൊള്ളുക. ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, രാത്രി ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ ഈ 9:58 മുമ്പ് ആഹാരം കഴിച്ചോളൂ. പിന്നെ 1:22 വരെ ജലപാനം പോലും കഴിക്കരുത്. ഈ സമയത്തായതുകൊണ്ട് നമ്മൾ ആഹാരമൊക്കെ കഴിക്കുന്ന സമയം കഴിയും. എന്നാലും ചിലർ വളരെ വൈകിയേ കഴിക്കുകയുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയുള്ളവരുണ്ട്. ഇത് നിങ്ങൾ ഈ സമയത്ത് ആഹാരം കഴിക്കുകയാണെങ്കിൽ വിഷാംശം കളരാനും ദഹന പ്രക്രിയയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കാനും ഇടവരും. അതുകൊണ്ട് ഈ സമയം നമുക്ക് ജലപാനം പോലും കഴിക്കാതിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ദിവസം അന്ന് ശുഭദിനമാണ്. നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അതേപോലെ തന്നെ അന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. സൂര്യൻ്റെ, പ്രപഞ്ചനാഥനായ സൂര്യഭഗവാന്റെ ദിവസമാണ്. അതുകൊണ്ട് ഡേക്ക് ഒരു കുഴപ്പമില്ല. അന്നത്തെ പകൽ വളരെ ഭാഗ്യദായകവുമാണ്. അതുപോലെ തന്നെ അന്നും ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ചിങ്ങമാസത്തിലെ ചതയ നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർ, ചിങ്ങമാസത്തിലെ ചതയ നക്ഷത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഗുരുദേവ ജയന്തിയും കൂടിയാണ്. അതുകൊണ്ട് അന്നത്തെ ദിവസത്തിന് തന്നെ വളരെ പ്രാധാന്യമുണ്ട് എല്ലാ വർഷവും. അന്ന് അല്ലാതെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് കൂടെ ആ ദിവസം വളരെ ഭാഗ്യദായകമായിരിക്കും. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോഴും വളരെ ഭാഗ്യദായകമായ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കും. സൂര്യൻ പ്രശസ്തിയെ തരും. വളരെ പ്രശസ്തിയും പുരോഗതിയും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. പക്ഷെ കുറച്ച് ടെൻഷനും അസ്വസ്ഥതയും കൂടി ഉണ്ടാവും. സൂര്യൻ ചൂട് ഗ്രഹമാണ്. അതുകൊണ്ട് ഈ ബർത്ത്ഡേ വന്നിട്ടുള്ള ചതയ നക്ഷത്രക്കാർ ഒരു വർഷവും വളരെ എളുപ്പമായിട്ട് നമുക്ക് ടെൻഷനും പ്രശ്നങ്ങളും വരാതിരിക്കാൻ വേണ്ടി സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചോളുക. അപ്പോൾ ഇന്നും നമുക്ക് ഓരോ കാര്യത്തിന് നല്ല ദിവസമാണെന്ന് പറഞ്ഞ് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി ഇറങ്ങണം. വൈകുന്നേര സമയത്താണ് രാവുകാലം പറഞ്ഞത്. 4:30 മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 4:30 അല്ല രാവുകാലം തുടങ്ങണം. 4 മണി 56 മിനിറ്റിന് തുടങ്ങും. 6 മണി 27 മിനിറ്റ് വരെ. ഇപ്പോൾ 27 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ശുഭയാത്രകൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്ന് രാവുകാലത്തിന് മുമ്പോ രാവുകാലത്തിന് ശേഷമോ യാത്ര തുടരുക, യാത്ര തുടങ്ങാവൂ. അതുപോലെ ഇന്നും ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളുണ്ട്. യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. അത് ഗുളികകാല സമയം വരുന്നത് 3 മണി 25 മിനിറ്റ് തൊട്ട് 4 മണി 56 മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം വരുന്നത് 12:22 തൊട്ട് 1 മണി 53 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11 മണി 58 മിനിറ്റ് തൊട്ട് 12:46 വരെ 48 മിനിറ്റ് നേരം. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. റോസ് കളറോ റെഡ് മിക്സ് ആയിട്ടുള്ളതോ ചുടികളിൻ്റെ കളറോ താമരപ്പൂവിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം
നമുക്ക് വസ്ത്രദാനത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. രാത്രി അത്ര നല്ലതല്ല, ഗ്രഹണം വരികയാണ്. ഇതെല്ലാം മനസ്സിലാക്കി ഈ ദിവസത്തെ വിനിയോഗിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.